4 മണി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കേൾക്കില്ല. ഞങ്ങളുടെ അന്ന് ആരും വിശ്വസിച്ചില്ല. വേറെ ഹോസ്റ്റലാണ് തന്നെ. ഞങ്ങളുടെ വീട്ടുകാർക്ക് വലിയ കഥ അറിയോന്നല്ല. നമ്മൾ എന്നോട് നേരത്തെ പറയാറുന്നില്ലേ, ഐ വാസ് ലിവിംഗ് ഇൻ എ നൈറ്റ്മെയർ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ തവണ പാതിരാത്രി ഐസ്ക്രീം ഹണ്ട് ചെയ്തപ്പോൾ ഒരു വീഡിയോ ആയിരുന്നു ഇട്ടിരുന്നത്. ആ വീഡിയോ കാണാത്തവർ ഞാൻ ഡാഷ്ബോർഡിലിടാൻ പോയി കണ്ടുപോക്കൂ, അടിപൊളിയാണ്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ റിയൽ ലൈഫിൽ നടന്ന എൻ്റെയും ഇപ്പം എൻ്റെ റൂമിൽ താമസിക്കുന്നതാണല്ലോ, ഞങ്ങൾ പണ്ടോട്ടെ റൂംമേറ്റ്സ് ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ലൈഫിൽ നടന്ന ഒരു പാരനോർമൽ ആക്ടിവിറ്റി, ഒരു പേടിപ്പിക്കുന്ന കഥ, ഞങ്ങളുടെ റിയൽ ലൈഫിൽ നടന്ന സംഭവം. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിൻ്റെ കൂടെ ഞാൻ അന്ന് ഫസ്റ്റ് ഇയറിൽ എൻ്റെ കൂടെ കൂടിയതും ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉള്ളതുമായ മിസ് ഡെന്ന. നിങ്ങൾ എപ്പോഴും എൻ്റെ വീഡിയോ കാണാറുണ്ട്. കുറച്ചും കൂടെ കയറിയിരുന്നു വീഡിയോ ഇങ്ങനെ കുറച്ച്. അപ്പം ഇവള് ഞങ്ങളൊക്കെ ഫസ്റ്റ് ഇയർ ഒരുമിച്ചായിരുന്നു. സംഭവം സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ പറയാം. ഫസ്റ്റ് ഇയറിൽ വന്ന സമയത്ത് ആദ്യമായിട്ടാണ് ഇവളെ കാണുന്നത്, ഇവളെ എന്നെയും കാണുന്നത്. ഞങ്ങൾക്ക് അതിന് മുന്നേ പരിചയമൊന്നുമില്ല. ഞങ്ങളപ്പം വന്നു, ഹോസ്റ്റലിൽ വന്നപ്പം ഏജൻസി പറഞ്ഞു ഏത് റൂം വാങ്ങിച്ച് എടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അറിയത്തില്ല ആരാ കൂടെ വന്നേക്കണേ, ആരാ നമുക്കൊന്നും അറിയത്തില്ല. ബാക്കി ഫ്രണ്ട്സായിട്ട് വന്നേക്കണേൽ അവരുടെ കൂടെ പോയി. എൻ്റെ കൂടെ വേറൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഞങ്ങൾ സെയിം ഏജൻസി വഴിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റൂമിലേക്ക് കയറി. അപ്പോൾ ആ റൂമിലേക്ക് കയറിയപ്പോൾ 3 ബെഡുള്ള റൂമിലാണ്. അങ്ങനെയാണ് ഇവൾ ആ റൂമിലേക്ക് വന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ പറ്റി പരിചയപ്പെട്ടത്. ഞങ്ങൾ 3 പേരാണ് ആ റൂമിൽ താമസിക്കുന്നത്. പിന്നെ വേറെ 2 റൂമും ഉണ്ട്. ഞങ്ങൾക്ക് ഈ 2 റൂംസിനോട് കോമൺ ആയിട്ടുള്ള ബാത്റൂമും വാഷ്റൂമാണ് ഉള്ളത്. ഞങ്ങളപ്പോ എനിക്ക് വേറെ റൂം കിട്ടാത്ത കാരണം ഉള്ളപ്പോ പെട്ടുപോയി. ഐ വാസ് ട്രാപ്ഡ്. ഇപ്പോഴോ? ഇപ്പൊ നീ തന്നെ സെലക്ട് ചെയ്താ? ഇപ്പൊ നീ തന്നെ ചൂസ് ചെയ്ത് വന്നതല്ലേ? വേറെ ഒറ്റയ്ക്ക് ഇരുന്ന് നിക്കാൻ വേറെ വഴിയില്ല. പിള്ളേരുടെ ഒപ്പം നിക്കണ്ടേ, വേറെ ഇന്ത്യൻസും ഇല്ല. അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് റൂം എടുക്കാൻ ഫുൾ ബെഡ് 2 അല്ല കട്ടിലും ക്യാഷ് പേ ചെയ്യണം. അപ്പൊ പിന്നെ ആയിക്കോട്ടെ വിചാരിച്ചല്ലേ. അതെ, നമ്മള് റൂമിൽ കയറി എല്ലാം സെറ്റിലായി. കുറച്ച് കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഒരാഴ്ച കൊണ്ട് നമ്മൾ സെറ്റിലായി, പരിചയമായി. പിന്നെ ഞങ്ങൾക്ക് അവിടെ സമയത്ത് മെസ്സായിരുന്നു. അപ്പം നമ്മൾ തന്നെ കുക്ക് ചെയ്യുന്നു, അങ്ങനെ പരിപാടിയൊന്നും ഉണ്ടായില്ല. നമുക്ക് ഫുഡ് എത്തിച്ചേരും. അപ്പോൾ നമ്മുടെ നൈറ്റിലെ റുട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക, പിറ്റേ ദിവസത്തേക്കുള്ള പഠിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കുക, ഡാൻസ് കളിക്കുക. അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാം. ഇവിടെ നേരത്തെ കിടന്നുറങ്ങും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 10 മണി 10:30 ആകുമ്പോഴത്തേക്കും ആള് ഫ്ലാറ്റാണ്. മാക്സിമം 11 മണി. ഞാനും മറ്റേ കുട്ടിയും, ഞങ്ങൾ 3 പേരാണ് ആ റൂമിലുള്ളത്. അപ്പോൾ ഞാനും മറ്റേ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചിലപ്പം ഒരു 12 മണി 1 മണിയൊക്കെ വരെ ഇരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഫിലിം കണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെയും വൈകും. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കാറുണ്ട് ചില സമയത്തൊക്കെ. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങി. ഒരു 2-2:30 3 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ കിടക്കുന്ന റൂമിന്റെ മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് നടക്കണ സൗണ്ട്, ഇങ്ങനെ ഒരുമാതിരി കുത്തണ ടൈപ്പ് സൗണ്ട്. ബൂട്ട്സ് ഇട്ടിട്ട് നടക്കണ. അതെ, ബൂട്ട്സ് ഇട്ട് നടക്കുന്ന ടൈപ്പ് ഒരുമാതിരി സൗണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ചിലപ്പോൾ മുകളിൽ ആരും നടക്കുന്നതായിരിക്കും വിചാരിച്ചു. ഞങ്ങളത് കാര്യമാക്കില്ല. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ സൗണ്ട് കേൾക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും വിചാരിച്ചു ആരെങ്കിലും മുകളിൽ കൂടെ ആരെങ്കിലും നടക്കുന്നതായിരിക്കും. 1 മണിക്കൂർ സെയിം ഫ്രീക്വൻസിയിൽ നടന്നുകൊണ്ടിരിക്കണതാന്ന് ഇവര് വിചാരിച്ചു. അങ്ങനെ സെയിം സൗണ്ട് സെയിം പാറ്റേണില് ആക്കിയതാണെന്ന് എനിക്ക് ഇപ്പഴാ ബോധ്യമായി. നടന്നുകൊണ്ടിരിക്കണതാന്ന് ഇവര് നമ്മള് പാവം 19 തികഞ്ഞ പെൺകുട്ടികൾ, നമ്മൾ എന്താ അതിൽ കൂടുതൽ ചിന്തിക്കുക? അപ്പൊ നമ്മൾ ചിന്തിച്ചത്, ഞാൻ ചിന്തിച്ചൊന്നുമില്ല, ഞാൻ ഉറങ്ങായിരുന്നു. ചിന്തിക്കാനുള്ളത് ഉണ്ടായില്ല. ഇവരുടെമാരി ഇങ്ങനെ ഉറക്കം കളഞ്ഞൊന്നിരിക്കണ പരിപാടി എനിക്കില്ല. ഞങ്ങൾ വൈകി ഉറങ്ങുന്ന ശീലപ്പെട്ടവരാണ്. അവള് അതുകൊണ്ട് അറിഞ്ഞൂല, ഒന്നുമില്ല, അനക്കൊന്നും തട്ടി തന്നില്ല. ഇപ്പൊ ഞാൻ ഉറങ്ങുവാണെങ്കിൽ ഇപ്പൊ ഒരു ചെറിയ അനക്കം വന്നാൽ ഞാൻ എണീക്കും. ഇവിടെയാണല്ലോ ഇപ്പൊ ചെറിയ അനക്കം വന്നാൽ ഞാൻ എണീക്കും. പക്ഷെ ഇവൾ അങ്ങനെയല്ല, ഉറക്കമാണ്. അപ്പൊ അവൾ അങ്ങനെ ഉറങ്ങുന്നത് ഞങ്ങളത് കേട്ടു. പക്ഷെ അത് പറഞ്ഞ പോലെ സെയിം ഫ്രീക്വൻസിയിൽ 1 മണിക്കൂർ നടക്കും. 1 മണിക്കൂറേ സൗണ്ട് കേൾക്കുള്ളൂ. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും തന്നെ നിൽക്കും അത്. അപ്പൊ ഞങ്ങൾ ശരിക്കും ഫസ്റ്റ് വിചാരിച്ചത് മുകളിൽ ആരും നടക്കുവാണ്, ഇപ്പൊ നടക്കുന്ന സൗണ്ട് കേൾക്കുന്നതാണ്. ഞങ്ങൾ അങ്ങനെ വിചാരിച്ച ആ രീതിയിൽ അങ്ങ് വിട്ടു. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ ഇവളോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സൗണ്ട് കേട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവള് ഞങ്ങളെ പുച്ഛിച്ചു. സ്വാഭാവികം. അവളുടെ സ്ഥായി ഭാവമാണ് ഞങ്ങളെ പുച്ഛിക്കാന്നുള്ളത്. പുച്ഛിച്ചു വിട്ടു. അന്ന് രാത്രി വീണ്ടും കേട്ടു. അപ്പൊ ഞങ്ങൾ ഇവിടെ കുത്തിപ്പൊക്കി, ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചു. അവള് എന്താന്ന് പേടിച്ച് എണീറ്റു. ഇവർക്ക് എന്നിട്ടാ മനസമാധാനത്തോടു കൂടി ഉറങ്ങണ ആളെ എഴുന്നേൽപ്പിക്കാൻ. ഇനിയിപ്പോ ഞങ്ങളുടെ തലയ്ക്കായി. ഞങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാത്തോടാണ് ഞങ്ങളെ വിളിച്ചെണീപ്പിച്ചത്. ഇല്ലെങ്കിൽ പാവം കിടന്നുറങ്ങിയോട്ടെ ഞങ്ങൾ വിചാരിച്ചേനെ. അപ്പൊ വിളിച്ചെണീപ്പിച്ചു. എണീച്ചപ്പം ഇവള് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവൾക്ക് ബോധ്യായി, ഓക്കെ ഇത് നിങ്ങൾ കേട്ടത് സൗണ്ട് തന്നെയാണ്.
അപ്പൊ അവളുടെ പുച്ഛം മാറി. അല്ലാണ്ട് ഇവര് ഹല്ലൂസിനേറ്റ് ചെയ്യണതല്ല എന്നെനിക്ക് മനസ്സിലായി. ഐറ്റംസ് കൂട്ടത്തിൽ ആകെ ബുദ്ധിയും വെളവും വിവേകവും ഉള്ളത്. അതെ, ഇത്തിരി ഞാനിയായി പോയി. എന്താണ് ഞാനി? അപ്പൊ അവൾക്ക് ബോധ്യായി. അപ്പൊ ഞങ്ങൾക്ക് അതിലും വലിയ ഭ്രാന്ത്. മോളിൽ നിന്ന് കേൾക്കണ അതേ ഫ്രീക്വൻസിയില് ഞങ്ങള് തിരിച്ച് ഞങ്ങളുടെ ചൂലുണ്ടല്ലോ റൂമില്, ബെഡിന്റെ മുകളിൽ കയറി തിരിച്ചു കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മുകളിലേക്ക്. എന്തിനാ അപ്പൊ അങ്ങനെ കാണിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ വിചാരിച്ചു ആരും മുകളിൽ കൂടെ നടക്കുക, ശല്യപ്പെടുത്തി ഉറങ്ങാൻ സമ്മതിക്കണം, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ശല്യപ്പെടുത്തുന്ന പറഞ്ഞ് ചൂലെടുത്ത് കുത്തി. കഴിഞ്ഞിട്ട് അപ്പുറത്ത് രണ്ടുപേരെ കിടക്കുന്ന റൂം ഉണ്ടല്ലോ, അപ്പൊ അവരോട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണ്ടോ എന്ന് വെച്ചിട്ട്. അപ്പത്തേക്ക് അവിടെ നിന്ന് എല്ലാവരും ഒച്ച ഉണ്ടാക്കി കയറി വന്നു. അയ്യോ കേക്കണ്ട, സൗണ്ട് കേക്കണ്ട, സൗണ്ട് കേക്കണ്ട. ഒരാൾ മോങ്ങി ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റാണ്ട് കൂടെയാണ് കിടന്നെന്തോ. എന്റെ കൂടെ തന്നെ കിടന്നത്. ഭയങ്കര കരച്ചിലാവും, ഭയങ്കര അയ്യോ അയ്യോ കേക്കണ്ടോ കേക്കണ്ടെന്നും പറഞ്ഞിട്ട്. ഒരാൾക്ക് നല്ല പേടിയുള്ള കൂട്ടത്തിലായിരുന്നു. അതെ, ഭയങ്കര ഈ വക സാധനങ്ങൾ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല ഇത് എന്താ കേൾക്കണേന്നുള്ളത്, ആൾക്കാർ നടക്കുന്നതായിരിക്കും എന്താവാന്ന് പറഞ്ഞു. ഇല്ല ഭയങ്കര പേടി അങ്ങനെ ഇങ്ങനെയും പറഞ്ഞിട്ട് വന്നു. ശരി, അപ്പൊ നമ്മള് അന്നത്തെ ദിവസം വിട്ടു. പിറ്റേ ദിവസം വീണ്ടും ഒരു ദിവസം കേൾക്കുവാണെങ്കിൽ പിന്നെ പോട്ടെ, 2 ദിവസം ആണെങ്കിൽ പിന്നെയും 2 ദിവസം സെയിം ഫ്രീക്വൻസി കേട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ വിചാരിക്കാം. 3-ാമത്തെ ദിവസവും ഇതുപോലെ തന്നെ സെയിം ഫ്രീക്വൻസി സെയിം സമയം, ഒരു 2-2:30 സമയത്ത് തുടങ്ങും, ഒരു 3 മണി 3:30 വരെ നിൽക്കും. അത്ര ഒരു മണിക്കൂർ ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കേൾക്കത്തില്ല. അപ്പം ഞങ്ങള് മിക്സ്ഡ് ഹോസ്റ്റലാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ഫ്ലോറിൽ മൊത്തം ഗേൾസ്, 2 ഫ്ലോർ കഴിഞ്ഞിട്ട് ഫുൾ ബോയ്സാ. അപ്പൊ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന ബോയ്സിനോട് പറഞ്ഞു ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്, നിങ്ങൾക്കൊന്ന് അവിടെ പോയി നോക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ വിളിച്ചു. അവര് വന്ന സമയത്ത് ആ ഫ്ലോറിൽ നിന്ന് ഒരു സൗണ്ടും കേൾക്കുന്നില്ല, സ്റ്റെയർ കേസിൽ കൂടെ വന്ന സമയത്തും സൗണ്ട് കേൾക്കുന്നില്ല, ഞങ്ങളുടെ വരാന്തയിൽ കൂടെ നടന്നപ്പം സൗണ്ട് കേൾക്കുന്നില്ല, ഞങ്ങളുടെ റൂമിൽ കയറി വന്നപ്പം റൂമിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അവര് ചോദിച്ചത് എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. അപ്പൊ ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം അവരോട് ഞങ്ങളിങ്ങനെ പറഞ്ഞു ഇത് 3-4 ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്, ഇങ്ങനെ എന്താ സംഭവം ഞങ്ങൾക്കും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് രാത്രി പോയി നോക്കാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു, അവരെയും പറഞ്ഞ് പേടിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞു നാളെ പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അവർ പോയി. ഒന്നാമത്തെ കാര്യം, ആ ഹോസ്റ്റൽ നമുക്ക് രാത്രി കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയാവും. ആ വരാതിലൊന്നും ഒറ്റയ്ക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല. അവിടെയൊക്കെ ഒരുമാതിരി ഇരുട്ടും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പൊ വരാതയുടെ ഒരു അറ്റത്ത് നിന്നിട്ട് ദൂരെ അപ്പുറത്തേക്ക് വരെ നോക്കാൻ ഭയങ്കര പേടിയാ, ഒരുമാതിരി ഹോണ്ടഡ് ഫീലാ. ഇതും കൂടി ഇടത്തേക്കും ഫുൾ പോയി. പിറ്റേ ദിവസം നമ്മൾ അവിടെ റൂമിൽ അപ്പുറത്തുള്ള റൂമിലുള്ള ഗേൾസിനോടൊക്കെ പറഞ്ഞു ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഞങ്ങളുടെ റൂമിൽ കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അന്ന് രാത്രി അവർ ഇങ്ങനെ നോക്കിയപ്പോൾ അവരുടെ റൂമിലൊന്നും കേൾക്കുന്നില്ല, അവർ നമ്മുടെ റൂമിൽ നിന്നപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് കുറെ പേടിയായി. എന്നിട്ട് പിറ്റേ ദിവസം പകൽ സമയത്ത് ഇവന്മാര് പോയി ചെക്ക് ചെയ്തു ആ ഫ്ലോറിൽ. നീ പോയായിരുന്നോ? വെറുതെ പോയി നോക്കിയായിരുന്നു. ഞാൻ വന്നായിരുന്നു ആ സമയത്ത്. ഞാൻ പോയില്ല തോന്നുന്നു, എനിക്ക് പേടിയാണ്, ഞാൻ പോയില്ല. ഇവള് പോയായിരുന്നു. എങ്ങനെയായിരുന്നു അവിടത്തെ? പോയപ്പോ ആരും ഉണ്ടായില്ലല്ലോ. അതന്നെ, അന്ന് വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അവിടെ ആരും ഉണ്ടായില്ല. അബാൻഡൻഡ് ഫ്ലോർ ആയിരുന്നു ഗൈസ്, അബാൻഡൻഡ് ഫ്ലോർ. കണ്ട അങ്ങനെ തോന്നത്തുള്ളൂ. റൂമൊക്കെ ലോക്ക്ഡ്, കിച്ചൺ ഒന്നുമില്ല, ഫുൾ സ്റ്റോറി മൂഡില. അപ്പൊ അങ്ങനെ ഒരു പ്രതീതിയായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ശരി ചിലപ്പം ക്ലാസ്സിൽ പോയതായിരിക്കും, വേറെ ആരെങ്കിലും എവിടെയെങ്കിലും പോയതായിരിക്കും. കാരണം ഇന്ത്യൻ സ്റ്റുഡൻസ് നിൽക്കുന്ന ഫ്ലോർ ഞങ്ങളുടെ ഫ്ലോറും 2 ഫ്ലോറിലുള്ള മോളിൽ ഫ്ലോറിൽ മാത്രമേ ഇന്ത്യൻ സ്റ്റുഡൻസ് ഉള്ളൂ, ബാക്കി ഫ്ലോറിൽ വേറെ കൺട്രിയിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും നമ്മൾ വിചാരിച്ചു. എന്നിട്ട് അന്ന് രാത്രി അവിടെ പോയി നോക്കാമെന്ന് ഇവന്മാര് പറഞ്ഞു. ഇവന്മാര് പറഞ്ഞു അന്ന് പകൽ എന്തായാലും കണ്ടില്ല, അപ്പൊ രാത്രി പോയി നോക്കാമെന്ന് ഈ ബോയ്സ് ഗ്യാങ് പറഞ്ഞു. രാത്രി അവർ പോയി നോക്കി. ആ സമയത്ത് നമ്മൾ ആരും പോയില്ല, രാത്രി എക്സ്ട്രാ പേടിയായിരുന്നു, അതുകൊണ്ട് രാത്രി പോയില്ല. രാത്രി ഇവന്മാര് പോയി നോക്കിയപ്പോഴും അവിടെ ഒരു അനക്കവും ഇല്ല. പക്ഷെ ആ സമയത്ത് സെയിം ടൈമിൽ നമ്മുടെ റൂമിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ റൂമിൽ സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ അമ്മയോട് പറഞ്ഞു സൗണ്ട് കേട്ട് തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ അവന്മാർ ആ സമയത്ത് ആ ഫ്ലോറിൽ പോയി ചെക്ക് ചെയ്തപ്പം ആരുമില്ല, ഫ്ലോറിൽ ഒരു മനുഷ്യനില്ല, ഫുൾ ഇരുട്ട്, ഒന്നും വർക്കിംഗ് അല്ല, ഒരു സൗണ്ടും ഇല്ല, ഒന്നും കേൾക്കണില്ല. അവന്മാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അവിടെ ഒന്നും കേൾക്കണില്ലാന്ന്. പക്ഷെ ആ സമയത്തും ഞങ്ങളുടെ ഫ്ലോറിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്, അവന്മാർ വന്നപ്പോഴും സൗണ്ട് കേട്ടോണ്ടിരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര പേടി, എന്താ ഇപ്പൊ ചെയ്യാ? വേറെ ഗേൾസിന്റെ റൂമിൽ നിന്ന് ആരുടെ റൂമിൽ നിന്ന് കേൾക്കുന്നില്ല, ഞങ്ങളുടെ സൈഡിൽ മാത്രം, അതും ഞങ്ങളുടെ റൂമിന്റെ മുകളിൽ നിന്ന് മാത്രം കേൾക്കുന്നത്. അപ്പൊ ഇരട്ടി പേടിയായി. കാരണം ഒരു മനുഷ്യൻ സെയിം ഫ്രീക്വൻസിയിൽ സെയിം ടൈമിങ്ങില് അങ്ങനെ കേൾക്കൂലല്ലോ, നടക്കൂലല്ലോ. എന്നാ പിന്നെ 1 മണിക്കൂർ കണ്ടിന്യൂസ് നടക്കൂലല്ലോ. പുലർച്ചെ 3 മണിയാണ് ഗൈസ്. 3 മണിയുടെ പ്രത്യേകത എന്തിട്ടാന്നറിയോ നിങ്ങൾക്ക്? നോക്കട്ടെ, എന്തോ ഉണ്ട് ഗൈസ്, നോക്കട്ടെ, സെർച്ച് ചെയ്യാ. പ്രത്യേകത considered to be a witching hour, devil's hour, guys, regarded as the moment when the veil between the world of the living and the dead is at the thinnest, allowing demons and ghosts to be at their most powerful. ഇവർക്ക് ആ വിവരമൊന്നും ഉണ്ടായില്ല, പിന്നെ ഞാൻ അവരെ പേടിപ്പിക്കാൻ നിന്നൊന്നുമില്ല. പേടിപ്പിച്ചു അപ്പോഴും നീ ഞങ്ങളെ പേടിപ്പിച്ചു. ഞങ്ങൾ പരസ്പരം പറഞ്ഞത് ഒരു ധാരണയിൽ എത്തിച്ചേക്കായിരുന്നു, കുഴപ്പമില്ല, പ്രശ്നം ഉണ്ടാവില്ല. അപ്പോഴാണ്
ഞാനും കൊണ്ട് വന്നത് കേട്ടപ്പോഴത്തേക്ക് മറ്റേ കരഞ്ഞോണ്ട് പിള്ളേരെ എക്സ്ട്രാ കരച്ചിലായി. അത് അന്നൊന്ന് സമാധാനിപ്പിക്കാൻ മിണ്ടാണ്ടിരിക്കുക, പോട്ടെ കുഴപ്പമില്ല ഒരു പ്രശ്നമില്ലെന്ന് പറയാ. ഇല്ല, ഇതുപോലെ ഞാനും പരത്തും, എന്നിട്ട് അവരെ കുറച്ചും കൂടി കൂടുതൽ കരയിക്കും. ഇവളുടെ മെയിൻ വിനോദം അതാണ്. രാത്രി അവരൊന്ന് സൗണ്ട് നോക്കിയപ്പം നമ്മുടെ റൂമിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ അവർ പോയി നോക്കിയപ്പം ആ ഫ്ലോറിൽ സൗണ്ട് കേൾക്കണ്ട. നമുക്ക് പിന്നെ പേടിയായി. അപ്പൊ എല്ലാവരും നമ്മൾ 5 പേരും ആ 3 കട്ടിലുള്ള റൂമിൽ തന്നെ കിടന്നേന്ന്. പിന്നെ ഒരു 2 കൽപ്പിച്ച് ഏജൻസിനെ വിളിക്കാം. ഏജൻസിനെ വിളിച്ച് ചോദിക്കാം. പിറ്റൂസ് എല്ലാവരും കൂടി ഇരുന്ന് ഏജൻസിനെ വിളിച്ചു. നമ്മൾ ഏജൻസിനെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ രാത്രി സമയമാകുമ്പോഴത്തേക്കും മുകളിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇടുത്ത വഴി ആരെന്താ പറഞ്ഞതെന്നറിയോ? ആ ഫ്ലോറിൽ ആരും താമസിക്കുന്നില്ലല്ലോ ആയിരുന്നു. തോന്നണായിരിക്കും നിങ്ങൾക്ക് തോന്നുന്ന കാര്യം. ആ ഫ്ലോറിൽ ആരും താമസിക്കുന്നില്ല, ആ ഫ്ലോറിൽ ആരും ഇല്ല, ഒരു മനുഷ്യനും ഇല്ലാന്ന്. തൂടി കേട്ടപ്പോഴത്തേക്കും ഉള്ള കിളിയൊക്കെ മൊത്തം പറന്നുപോയി. അവരോട് പറയുക, ആരോട് പറഞ്ഞ ആര് വിശ്വസിക്കുക? അവരോട് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കാണല്ലോ. അവർ നിങ്ങൾക്ക് തോന്നണായിരിക്കും നിങ്ങൾ രാത്രി നേരത്തെ കിടന്നുറങ്ങിയാൽ മതി, പ്രശ്നമില്ല, അത് ഇത് മറ്റേത് മറിച്ചെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ റൂമിൽ മാത്രമേ കേൾക്കണുള്ളൂ, വേറെ ഗേൾസിന്റെ റൂമിൽ നിന്നൊന്നും കേൾക്കാനില്ല. ആ ഫ്ലോറിൽ ചെക്ക് ചെയ്യാൻ പോയപ്പോഴും ഇങ്ങനെ എന്താ സൗണ്ട് കേൾക്കുന്നില്ല, ഞങ്ങളുടെ മാത്രമേ കേൾക്കുന്നുള്ളൂ. അവർ പറഞ്ഞു ആ ഫ്ലോറിൽ തന്നെ ആരും താമസിക്കുന്നില്ല, ആ ഫ്ലോറിൽ ആരും അലോട്ട് ചെയ്തിട്ടില്ല അവർക്ക്. ഈ ഫ്ലോറിലും ആരും ഇല്ല. ഞങ്ങളുടെ റൂം കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്ലോർ കഴിഞ്ഞ് ഞങ്ങൾ 5th ഫ്ലോറായിരുന്നു ഞങ്ങള്. 6ഉം 7ഉം ഫ്ലോറിൽ ആരുമില്ല. 8th ഫ്ലോറിൽ ബോയ്സ്. അങ്ങനെയാണ് ഞങ്ങൾ നിർത്തിയിരുന്നത്. ആ 2 ഫ്ലോറിലും ആരും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ കിടന്ന് സൗണ്ട് കേട്ടു. ഞങ്ങളിത് കുറെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി ആ ഏജൻസിനെ. അവരാരും പറയണല്ലോ. അവർ പറഞ്ഞത് ഇല്ല അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല, നിങ്ങൾക്ക് തോന്നനെയാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പിന്നെ പെട്ട അവസ്ഥയിൽ ഇരുന്നപ്പോഴാണ് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും യുദ്ധം തുടങ്ങി. ട്വിറ്ററിൽ നോക്കിയിട്ട് അവള് പറഞ്ഞു രമ്യ വാർ സ്റ്റാർട്ട് ആയിട്ടോ എന്ന് പറഞ്ഞു. അപ്പത്തേക്ക് എന്റെ വീട്ടിൽ നിന്ന് വിളി വന്നു, മോളെ ന്യൂസിൽ കണ്ടല്ലോ എന്നും പറഞ്ഞിട്ട്. ഞങ്ങൾ ഈ പേടിച്ചിരിക്കുന്ന അവസ്ഥയിൽ 2 വന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾക്ക് സമയം ഉണ്ടായില്ല. കാരണം എയർലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ബങ്കറിലേക്ക് പോകും. പിന്നെ ഞങ്ങളുടെ താമസം ബങ്കറിലായിരുന്നു. കാരണം ഓരോ എയർലൈറ്റിന് താഴെ പോകണം, ബങ്കറിൽ പോകണം. പിന്നെ ആ സമയത്ത് ലിഫ്റ്റ് വർക്ക് ആവത്തില്ല, ഫുൾ കയറണം, നടന്നു കയറണം. ഒരു ദിവസം എത്ര തവണ കയറി ഇറങ്ങിയെന്ന് ഞങ്ങൾക്ക് തന്നെ ഐഡിയ ഇല്ല. അപ്പോഴത്തേക്കും ഫുഡില്ല, ക്ഷീണമായി, ആ ഒരു പരിവായതുകൊണ്ട് ഉറക്കമൊന്നും പകുതിയില്ല. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ആ ഒരു സംഭവം വന്നില്ല, ഇത് ഓർത്തുമില്ല. പിന്നെ ഇപ്പം നമ്മളിങ്ങനെ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇനി നമുക്ക് ഓർമ്മയുണ്ട് പഴയ ഹോസ്റ്റൽ എന്ന സമയത്ത്. ഈ ഹോസ്റ്റലല്ല കേട്ടോ, ഞങ്ങൾ വേറെ നേരത്തെ വന്ന സമയത്ത് വേറെ ഹോസ്റ്റലാണ് നിന്നെ. അപ്പോൾ അവിടുത്തെ സംഭവമാണിത്. അപ്പോഴും ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഓർമ്മയുണ്ടോ അന്ന് ഇങ്ങനെ നടന്ന സംഭവം എന്ന് പറഞ്ഞിട്ട്. അത് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല എന്താന്നുള്ളത്. ഞങ്ങളുടെ അന്ന് ആരും വിശ്വസിച്ചില്ല. വിശ്വസിക്കാത്തവരെ കേൾപ്പിച്ചു കൊടുത്തപ്പോൾ അവർ വിശ്വസിച്ചു. എന്താ സംഭവം, അത് ആക്ച്വലി എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ കറക്റ്റ് 1 മണിക്കൂർ ഉണ്ടാവുള്ളൂ. അത് 2:30 തൊട്ട് 3:30 വരെ. പിന്നെ 4 മണി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കേൾക്കില്ല. അതിന് മുന്നേ 3:30 വരെ എന്തായാലും സൗണ്ട്. അതും കറക്റ്റ് സെയിം ഫ്രീക്വൻസിയിൽ സെയിം ടൈമിങ്ങിൽ 1 മണിക്കൂർ കറക്റ്റായിട്ട് നടക്കുന്ന പോലെ. ശരിക്കും പേടിയായിരുന്നു. കാരണം നമ്മളിങ്ങനെ കേട്ടുള്ളൂ, കഥയൊക്കെ ഇങ്ങനെ കേട്ടുള്ളൂ, ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ഹോസ്റ്റലിൽ, ഇങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ സെൽഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല അതെന്താന്നുള്ളത്. ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല അതെന്താണ്, എന്തുകൊണ്ട് അങ്ങനെ കേട്ടോണ്ടിരുന്നത് എന്താണെന്നറിയാത്തതുകൊണ്ട് നമ്മൾ ഭയങ്കര പേടിച്ചായിരുന്നു ഇതിനെ കുറച്ച് നാളത്തേക്ക്. അപ്പം ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിലും എങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു പാരനോർമൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടതോ ആയിട്ടുള്ള കഥകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എഴുതി പറയണേ. അല്ല ഇപ്പം നിങ്ങൾക്ക് പേഴ്സണലി അയക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ പേഴ്സണൽ DM ചെയ്യാം. നമുക്ക് ഇൻട്രസ്റ്റിംഗ് കഥയൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡോ അടുത്ത വീഡിയോയിൽ നമുക്കിതിങ്ങനെ ഒരു എന്താ പറയുക, വേണമെങ്കിൽ ഇതൊരു എപ്പിസോഡായിട്ട് തന്നെ എടുക്കാം നമുക്ക്. അപ്പോൾ നിങ്ങളുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി കസിൻസ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ DM ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഓക്കെ, നിനക്ക് ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ വേറെ എന്തെങ്കിലും? പിന്നെ അല്ല, രാത്രി ഇവിടെ ഒരാളുള്ളൂ, അപ്പൊ പിന്നെ വേറെ എന്താ നിങ്ങളുടെ കഥ എല്ലാവരും പറയുക ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പം എല്ലാവരും ടേക്ക് കെയർ, ബി സേഫ്, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ. പോലും സ്പെല്ലിംഗ് എന്താ? ജാരടി കൂടെ ഞാൻ വന്നിട്ട് ഇട്ടിട്ട് നമ്മളെ കുറച്ചും കൂടി ട്രിഗർ ചെയ്യുക. സങ്കടപ്പെട്ടിരിക്കണേ കുറച്ചും കൂടി സങ്കടപ്പെടുത്തുക, അതാ പേടിച്ചിരിക്കണേ കുറച്ചുകൂടി പേടിപ്പിക്കുക. വിഷത്തിനെ വിഷം കൊണ്ടെടുക്കണം ഗൈസ്. അപ്പൊ ഇവർക്ക് സ്ട്രോങ് മൈൻഡ് സെറ്റ് ആവും. അതിനാണ് സൈക്കോളജിക്കൽ മൂവ് ആണ്. അത് മനസ്സിലാവാൻ ഇവർക്കുള്ള വിവരമില്ലേ അവൾക്ക്? ഇതൊക്കെ മറ്റേ കൂടെ ഉള്ളവള് കാണുവേ. ഞാൻ ഇത് പ്രത്യേകം അവൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട്.